എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പുതിയ കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക കാര്യമാണ്. ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ എങ്ങനെ, അതായത് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് നമുക്ക് മുഴുവനായിട്ടും അതിൻ്റെ പ്രയോജനം കിട്ടുക എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അത് അനുഭവങ്ങളിലൂടെയാണ് എനിക്ക് കിട്ടിയത് കൂടിയാണ്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. എന്താഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും. പക്ഷേ ചിലപ്പോൾ ചിലർക്ക് അത് സാധിക്കണില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഗുരുവായൂർ പോയിട്ട് വന്നവരൊക്കെ, ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുകാൻ പോകുന്ന പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താ, ഗുരുവായൂരൊക്കെ പോയിട്ട് വന്നോ, സുഖമായിട്ട് തൊഴുതോ, ഇതല്ലേ നമ്മൾ ചോദിക്കുക. അപ്പോൾ അവർ പറയാറുണ്ട്, അയ്യോ എന്നും പറയണ്ട ടീച്ചറെ, എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ, ഗുരുവായൂർ പോയിട്ട് തൊഴുകാൻ 3 മണിക്കൂർ ലൈൻ നിന്ന് വയ്യാണ്ടായി, പിന്നെ തിരിച്ചു വരുമ്പോൾ ബസ്സിലും കൂടി ഇരിക്കാൻ കിട്ടിയില്ല സ്ഥലം, അങ്ങനെ കഷ്ടപ്പെട്ടു എന്നാ പറയാം. അപ്പൊ അങ്ങനെ പറയുന്ന പലരും ഉണ്ട്. 2-3 മണിക്കൂർ ലൈൻ നിന്നു, ക്ഷീണിച്ചു, ഇങ്ങനെയൊക്കെ പറയും. പിന്നെ ചിലരോട് ചോദിച്ചാലോ, എൻ്റെ ആത്മീയ ക്ലാസ്സിൽ വരുന്നവരൊക്കെ തന്നെ ചിലരുടെ അഭിപ്രായം കേട്ട് നോക്കൂ നിങ്ങൾ. അപ്പൊ അത് രണ്ടും, ആ അഭിപ്രായങ്ങൾ നിങ്ങളിൽ പങ്കുവെക്കുക, ഈ അഭിപ്രായവും നിങ്ങളിൽ പങ്കുവെക്കുക, എന്നിട്ട് അതിന്റെ ഫലം നിങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം തന്നെ. എല്ലാവരോടും ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാം, പറ്റുന്നവരെങ്കിലും അങ്ങനെ ചെയ്തോട്ടെ, അതുകൊണ്ടാണ്. അപ്പോൾ വേറെ ഉള്ള ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു, എന്താ പോയോ, ഗുരുവായൂർ പോയിരുന്നു അല്ലേ ഇന്നലെ, എങ്ങനെ ഉണ്ടായിരുന്നു? ടീച്ചറെ ഒന്നും പറയണ്ട, എന്താ ഒരു അനുഭൂതിയായിരുന്നു, എന്താ ഒരു അനുഗ്രഹമായിരുന്നു. ആദ്യം ഭഗവാൻ പെട്ടെന്ന് ലൈനിൽ ഞാൻ കുറേ ആയിരുന്നു, പക്ഷെ ഞാൻ പെട്ടെന്ന് ദർശനത്തിനെത്തി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ദർശനം കിട്ടി ഭഗവാന്റെ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ലൈനേ ഇല്ല അത്രേ. അപ്പൊ രണ്ടാമത് എനിക്ക് ഒന്നും കൂടി ദർശനത്തിന് പോകണം തോന്നി. അങ്ങനെ ഞാൻ പോയി വീണ്ടും ലൈനിൽ നിന്നു. അത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും ദർശനം കിട്ടി. പിന്നെ പുറത്തു വന്നപ്പോൾ ഞാൻ അറിയാതെ എന്നെ വീണ്ടും ഒരു രൂപത്തിൽ എനിക്ക് ദർശനം കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ അറിയാതെ തന്നെ എന്നെ ആ ഊട്ടുപുരയുടെ ആ ലൈനിലേക്ക് ഒരാൾ വിളിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ ആ ലൈനിൽ നിന്നു. എനിക്ക് അവിടെ നിന്ന് ഊണും കഴിക്കാൻ പറ്റി, പ്രസാദവും കഴിച്ചു. അത് കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് ഞാൻ പുറത്തു വന്നപ്പോഴേക്കും ബസ്സാണെങ്കിൽ സീറ്റൊക്കെ കാലിയായിരുന്നു. ത്രൂ ആയിട്ട് ബസ്സിലിരിക്കാൻ സീറ്റും കിട്ടി. അങ്ങനെ ഇന്നലത്തെ കാര്യമൊന്നും പറയാണ്ടിരിക്കുകയെന്ന് വളരെയധികം എനർജി കിട്ടി, വളരെയധികം സന്തോഷം കിട്ടിയെന്ന് അവര് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നോക്കൂ, എന്താണ് അവർക്ക് അങ്ങനെ കിട്ടാൻ കാരണം? അതിന്റെ കാരണമുണ്ട്. അവരെപ്പോഴും ആ പറഞ്ഞ ആള് എപ്പോഴും ഗുരുവായൂർക്ക് ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ പോകും. ഇവിടുന്ന് ഒരു 2 മണിക്കൂറൊക്കെ ബസ്സിലിരിക്കണം, അപ്പോഴേ അവിടെ എത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് അവര്, ബസ്സിൽ തന്നെയാണ് അവർ പോകലും വരലും ഒക്കെ. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അവര് പോകുമ്പോ തന്നെ ഈ നാമം ജപിക്കാൻ തുടങ്ങും. രാവിലെ തന്നെ അവരെപ്പോഴും ഈ നാമം ജപിക്കും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്നോടും ചോദിക്കാറുണ്ട്, എത്ര സമയം കൊണ്ട് അതൊക്കെ തീർക്കണം അല്ലേ, എനിക്ക് അങ്ങനെ ഒരു വാശിയാണ്. ഇപ്പൊ നാരായണീ അവർ വായിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഇത്ര മണിക്കൂർ കൊണ്ട് ഇത്ര തീർക്കണം എന്നൊരു വാശി. എന്താണാവോ അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. അപ്പൊ അവര് ഈ ലൈനിലൊക്കെ പോയി നിൽക്കുമ്പോൾ തന്നെ, പോയ ഉടനെ അവര് ലൈനൊന്നും ശ്രദ്ധിക്കില്ല. ആ ലൈനിന്റെ ഒടുവ് പോയി നിൽക്കും. നിന്ന വഴി എന്തെടുക്കും, പുസ്തകം തുറക്കും. എന്നിട്ട് അവരിങ്ങനെ ജപിക്കാൻ തുടങ്ങും. ആദ്യം ജ്ഞാനപ്പാന മുഴുവൻ വായിച്ചു തീർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്തോത്രമാലയുണ്ട് അത്ര, അത് കംപ്ലീറ്റ് ആക്കും. പിന്നെ നാരായണീയെ എടുത്ത് വായിക്കാൻ തുടങ്ങും. അപ്പൊ ആ ലൈനിന്റെ അവിടെ എത്തുമ്പോഴേക്കും അവരുടെ വായിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്കൊരു വിഷമം. അപ്പൊ അവര് വീണ്ടും വായിച്ച് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ലൈനിൽ നിൽക്കണം. നോക്കൂ, ഭഗവാന്റെ ആ ഒരു ചൈതന്യം അവിടെ ഉള്ളത് കൊണ്ടല്ലേ ഇത്. അപ്പൊ അവര് മാനസികമായിട്ട് എന്തിനാണ്, അവർക്ക് ദർശനം കിട്ടണം എന്നുള്ള മാത്രമല്ല അവരുടെ ചിന്ത, ഗുരുവായൂർ ഇരുന്നു കൊണ്ട് എനിക്ക് വായിക്കണം. അപ്പൊ അവിടെ നിന്ന് ആ ഒരു എനർജി അവിടെ ഉണ്ട്, അതിനെ അവർക്ക് ആകർഷിച്ചെടുക്കണം. അപ്പൊ അതാണ് അവരുടെ ആഗ്രഹം അവിടെ. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഗുരുവായൂർ പോകുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഒരിക്കലും ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ വീട്ടിലെ ചിന്തകളിലേക്കോ ലൈനിന്റെ വലിപ്പത്തെക്കുറിച്ചോ ചിന്തിക്കരുത്. ഈ ലൈനിന്റെ വലിപ്പമൊക്കെ മാനസികമായൊരു തോന്നലാണ്. ഹിപ്നോട്ടിസം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ്. അവിടെ ഭഗവാൻ നമ്മളെ ഹിപ്നോട്ടിസ് ചെയ്തതാണ്. കാരണം നമ്മുടെ ലക്ഷ്യം ഭഗവാനായിരിക്കണം. ഈ ലൈനിൽ നിൽക്കുമ്പോൾ ഒരു വെറുപ്പ് നമുക്ക് തോന്നാൻ പാടില്ല. അങ്ങനെ നിന്നാലേ നമുക്ക്
ഭഗവാൻ അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ എത്ര സമയം ഇരിക്കാൻ പറ്റുമോ അതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുരുവായൂർക്ക് നമുക്ക് വല്ലപ്പോഴും അല്ലേ പോകാൻ പറ്റുന്നത്. അപ്പൊ പിന്നെ എന്തിനാ ഈ തിരക്ക് വെച്ചോണ്ട് പോണത്? അവിടെ ഇരിക്കൂ, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. അവിടെ മെല്ലെ ഇരുന്ന് വൈകുന്നേരം വരെ ഇരിക്കുക. ഭഗവാൻ നിങ്ങളുടെ ആഹാര കാര്യങ്ങളൊക്കെ ഭഗവാൻ നോക്കും. അത്തരം അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് ഒന്നിലും ടെൻഷൻ എടുക്കാൻ പാടില്ല. ഈ അമ്പലത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഈ നാരായണീയം മുഴുവൻ വായിക്കും. ആൾക്കാർ കേൾക്കച്ചാൽ എവിടെ ഇവിടെ പോയി ഇരുന്ന് വായിക്കുകയല്ല, അവിടെ ഇരുന്നു കൊണ്ട് വായിക്കും. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് എനർജി ഉണ്ട്. ഏത് ക്ഷേത്രത്തിലും ഉണ്ടാവും. ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഹിപ്നോട്ടൈസ് ചെയ്ത പോലെയാവും നമ്മൾ. ശരിയായ ഭക്തിയിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകമായ ഒരു വൈബ്രേഷൻ ആണ് അവിടെ. 4 മണിക്കൊക്കെ 3 മണിക്കൊക്കെ അവിടെ പൂജ നടക്കുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള മന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ടുള്ള പൂജകളാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എനർജി അല്ല അവിടെ ഉണ്ടാവും. അത് ക്ഷേത്രങ്ങളിലും അത്രത്തോളം. അതാണ് ഈ പണ്ടൊക്കെ ക്ഷേത്രങ്ങളിൽ ഇരുന്ന് നമ്മൾ വായിക്കണം എന്നൊക്കെ പറയുന്നത്. ക്ഷേത്രങ്ങളിൽ നമ്മൾ ഭഗവത്ഗീത ക്ലാസ്, നാരായണീയം വായന ഇതൊക്കെ വെക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഇരിക്കുമ്പോൾ ആ എനർജി അവിടെ നിൽക്കും. നമ്മൾ എത്ര നേരം അവിടെ ചെലവാക്കണു എന്നുള്ള അത്രത്തോളം നമുക്ക് എനർജി കിട്ടും. അതായത് ഇപ്പൊ നമ്മൾ രാവിലെ നമ്മുടെ വീട്ടിൽ പൈപ്പിൽ വെള്ളം വരികയാണെന്ന്, ഇപ്പോൾ അരമണിക്കൂറേ വെള്ളം വരുള്ളൂ. വേഗം നമ്മളത് പിടിച്ചു വെക്കാൻ നോക്കുമോ അതോ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുമോ? അല്ലേ? നമ്മൾ വേഗം വെള്ളം നിറച്ചു വെക്കാൻ ശ്രമിക്കും. അതുപോലെ ആവണം നമ്മൾ ഗുരുവായൂർ കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ചിന്ത വരാൻ പാടില്ല നമുക്ക്. നമ്മൾ എന്ത് ചെയ്യണം, എത്രത്തോളം എനർജി ഇങ്ങോട്ട് എടുക്കാൻ പറ്റുമോ അത് മുഴുവൻ എടുക്കുക. നമ്മൾ ചാർജ് ചെയ്യില്ലേ ഫോണ്, അതുപോലെ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ചാർജിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എപ്പോഴെപ്പോഴും പോകാൻ പറ്റാത്തതാണ്, പിന്നെ പോകുന്നവരേക്ക് ആ ചാർജ് നിൽക്കണം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ പലരും ചിന്തിച്ചിട്ട് പലരും അങ്ങനെ വായിച്ചുകൊണ്ട് ഭഗവത്ഗീത പുസ്തകം കയ്യിൽ വെക്കും. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഭഗവത്ഗീത പുസ്തകം കയ്യിൽ വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നാരായണീയം കയ്യിൽ വെക്കും. അപ്പൊ അത്രയും നേരം കൊണ്ട് അത് ജപിച്ച് തീർക്കാലോ, ഇത് കഴിഞ്ഞിട്ട് അപ്പം മനസ്സിൽ നമുക്ക് തോന്നും ഇത് കഴിഞ്ഞിട്ട് ലൈൻ പോയാൽ മതി. നമ്മൾക്ക് അപ്പോൾ ബോറടി തോന്നില്ല അവിടെ നിൽക്കുന്നതിൻ്റെ. അപ്പൊ നമുക്ക് വേറെ ചിന്തകൾ വരില്ല, വിഷമങ്ങൾ വരില്ല, വെള്ളം പോലും ദാഹിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ വീട്ടിലാകുമ്പോൾ വെള്ളം കുടിക്കും, എന്തെങ്കിലുമൊക്കെ കുടിക്കും അല്ലേ. 9 മണി മുതൽ 1:30 വരെ അവിടെ നിന്നാലും വെള്ളം പോലും കുടിക്കാതെ നിന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ആ എനർജി നമുക്ക് ഭഗവാനിലുള്ള ലക്ഷ്യം. ഭഗവാൻ എന്തുകൊണ്ടാണ്, പലരൊക്കെ പറയും ഭഗവാൻ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചത്, എനിക്ക് 3 മണിക്കൂർ ലൈനിൽ നിൽക്കേണ്ടി വന്ന്. അത് നിങ്ങൾ ഭാഗ്യവാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണില്ല. ഭഗവാൻ എല്ലാവർക്കും തുല്യനാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മളെ അവിടെ നിർത്തി? ഭഗവാൻ വിചാരിച്ചു കുറച്ചുകൂടി നമുക്ക് എനർജി തരാം. നമ്മുടെ പാപങ്ങള് അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പൂർവികമായ പാപങ്ങള് ഇതൊക്കെയാണ് അവിടെ പോകുമ്പോൾ ഇല്ലാണ്ടാവുന്നത്. അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അവിടെ പോകുന്ന സമയത്ത് നമ്മൾ മുൻജന്മങ്ങളിൽ ചെയ്ത പാവങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു വ്രതം അനുഷ്ഠിക്കൂ. അധികം വെള്ളത്തിനും ആഹാരത്തിനും വിലയേണ്ട ആവശ്യമില്ല. അതിനൊക്കെ വേണ്ടി നമ്മൾ സമയം കളയണ്ട. അപ്പൊ നമ്മൾ ഒരു വ്രതം പോലെ കുറച്ച് ആഹാരം മാത്രം കഴിച്ചുകൊണ്ട് അങ്ങനെ പോവുക ഉള്ളിലേക്ക് എന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഒരു മായാവലയത്തിൽ പെടും. പിന്നെ നമ്മൾ പുസ്തകത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. എന്നിട്ട് എത്ര നാമം ചൊല്ലാൻ പറ്റുമോ. ഇനി പുസ്തകം ഒന്നും വായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രം ചൊല്ലുക, എണ്ണിക്കൊണ്ട് ചൊല്ലുക. ഞാൻ ഇത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമ്മൾ അങ്ങോട്ട് ഒരു എന്ത് ചെയ്യുക, ശബ്ദം ചെയ്യുക. തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ആകാൻ നമ്മളെ സമ്മതിക്കില്ല. അതിനു മുമ്പ് നമുക്ക് ദർശനം തീർച്ചയായും കിട്ടിയിരിക്കും. നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. ഇതെന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണതാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. ഒന്നും മനസ്സിൽ ചിന്തിക്കരുത്, ഉണ്ടാതെ പോവുക. ലൈനിന്റെ അറ്റത്ത് എത്ര വലിയ ലൈനാണോ എന്ന് നോക്കരുത് ഒരിക്കലും. അത് മനസ്സിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ ആവുക. അവിടേക്ക് നോക്കുക വേണ്ട. കണ്ണടച്ച് മനസ്സിൽ ഭഗവാനെ അങ്ങോട്ട് ധ്യാനിക്കുക, പുസ്തകം അങ്ങോട്ട് തുറക്കുക, എന്നിട്ട് അത് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങുക. ഇനി പുസ്തകം വായിക്കാൻ അറിയാത്തവരാണെങ്കിൽ മനസ്സിൽ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള നാമം എടുക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ മടക്കിക്കൊണ്ട് എണ്ണിക്കൊണ്ട് ചൊല്ലണം, എണ്ണിക്കൊണ്ടേയിരിക്കണം. അപ്പോഴേ നമുക്ക് ആ ബോർഡി മാറുള്ളൂ. ഞാൻ ഇത്ര കംപ്ലീറ്റ് ആക്കും. ഇതിൽ 108 എടുത്തിട്ട് അപ്പൊ എന്താവും, നമ്മുടെ 1001 ആവും. അങ്ങനെ അടയാളം വെക്കുക. പിന്നെയും 1001 ആവും. ഒരു മാലയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ജപിക്കുക. അപ്പൊ അത്രയും നേരം കൊണ്ട് ഭഗവാൻ നമ്മളെ പരിശുദ്ധമാക്കി പുറത്തു വിടുകയാണ്. അത് മനസ്സിലാക്കുക. അപ്പൊ ഇനിയും അതുപോലെ വേറൊരു ചോദ്യം കൂടി. നമ്മളിപ്പോ ചുളിവിലൊക്കെ പൈസ കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ദർശനത്തിന് പോകുന്നവരുണ്ട്. വയസ്സായി വയ്യാനും നിൽക്കാനും പറ്റാത്തവരെ ഞാൻ വിടുന്നു. അല്ലാത്തവരെ ഒരിക്കലും ആ സ്വാധീനം ചെലുത്തിയിട്ടോ ഇപ്പോ റെക്കമെൻഡേഷൻ ത്രൂ ഒക്കെ
ഏം, ഏ, ഈ ഭഗവാനെ കാണാൻ പോകുന്നത്. അങ്ങനെ എനിക്ക് നമുക്ക് പറ്റും അങ്ങനെയൊക്കെ. എന്നാലും ഇന്നേ വരയ്ക്കും ഞാൻ അങ്ങനെ പോയിട്ടേ ഇല്ല. കാരണം ഭഗവാന്റെ മുന്നിൽ എന്താണ് റെക്കമെൻഡേഷൻ ഉള്ളത് നമുക്ക്? ഭഗവാന്റെ മുന്നിൽ നമ്മൾ ആരാണ്? വലിയ ഒരു റെക്കമെൻഡേഷനോട് കൂടിയിട്ട് ഭഗവാനെ പോയി കണ്ടിട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ഇരിക്കുന്ന ഒരു ചെറിയ എന്താ പറയുക കല്ലോ അതുപോലെ അത്രേ ഉള്ളൂ നമ്മൾ. അതിനും അപ്പുറം നമുക്ക് പിന്നെ ഒരു വിലയില്ലാണ്ടാവും. അപ്പൊ നമ്മൾ ഭഗവാന്റെ മുന്നിൽ നമ്മളാരും അല്ല. നമ്മൾ എത്രയോ വലിയ ആളുമല്ല, നമ്മൾ ചെറിയ ആളുമല്ല, ഒന്നുമല്ല. നമ്മൾ ഒരു പുൽക്കൊടിയേക്കാൾ താഴെയാണ് നമ്മൾ. അങ്ങനെയുള്ള മനോഭാവം എനിക്ക്, ഞാൻ പൈസ കൊടുത്ത് ഉള്ളിൽ കയറില്ല. ഞാന് വരിയിൽ നിന്നുകൊണ്ട് ആ എത്രയൊക്കെ കഷ്ടമുണ്ടോ അതൊക്കെ സഹിച്ചുകൊണ്ടേ ഉള്ളിലേക്ക് പോകുള്ളൂ എന്ന് മനസ്സിൽ ശപഥം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴേ അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ 41 ദിവസം വ്രതം എടുത്തിട്ട് ശബരിമലയ്ക്ക് പോയാലേ അതിന്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ഗുണം കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഇത് പാലിക്കേണ്ടതാണ്. പക്ഷേ ഗുരുവായൂർ ഇപ്പൊ കൂടുതൽ തിരക്കുള്ളത് കൊണ്ടും കൂടുതൽ എനർജി ഉള്ള ഒരു സ്ഥലമായതുകൊണ്ടും, എല്ലാ അമ്പലങ്ങളെ വെച്ച് കൂടുതൽ എനർജി ഉള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം. അപ്പൊ അത് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിമേലാൽ എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്നോട് കൂടി പറയും. എല്ലാവർക്കും അങ്ങനെ നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.